ഒരു നടനാവണം എന്നുള്ളൊരു ബോധം വന്നത് എപ്പോഴാണ്? സിനിമയെക്കുറിച്ചിട്ട് മാത്രമായിട്ടാണ് പറയണമെങ്കിൽ സിനിമ ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ, അപ്പം സിനിമയിലേക്കുള്ള അട്രാക്ഷൻ ലോകത്തെ എല്ലാ മനുഷ്യരും അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ നടനാവൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യമാണ്. ബേസിക്കലി നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, അച്ഛൻ, അമ്മ, കുടുംബം, അതൊക്കെ വലിയ ഫാക്ടറാണല്ലോ. അവരുടെ പാത പിന്തുടരുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ലപോലെ പാടും. പിന്നെ അത്യാവശ്യം വായനാശീലമുള്ള ആളാണ്. വായനശാലയിലെ ജോലിക്കാരൻ, വായനശാല സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ തന്നെ പുസ്തകങ്ങൾ കിട്ടാറുണ്ട് കയ്യിൽ. പിന്നെ പാട്ട്, എല്ലാവരും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്കാലം മുതൽ നമ്മുടെ കൂടി ഇതുണ്ട്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ കുട്ടിക്കാലം മുതൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല എപ്പോൾ മുതലായിരിക്കും നമ്മൾ ഇതിൻ്റെ പിന്നാലെ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക്, ഞാൻ TCCയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഉദ്യോഗമണ്ഡലിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചത്. അപ്പോൾ പഠിത്തം പ്രധാനമായിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ നാട്ടിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ വിഷുക്കൈ നീട്ടം കിട്ടിയ പൈസ കൊണ്ട് സിനിമ കാണാൻ പോണ പരിപാടി. മണ്ണൂർ മോളിയിലും വളയഞ്ചിറക്കര തിയേറ്ററിലും പെരുമ്പാവൂർ തിയേറ്ററിലൊക്കെ സിനിമ അമ്മമാരുടെ കൂടെ. അപ്പോൾ സിനിമ ഞാൻ അങ്ങനെ കണ്ട സിനിമയാണ് ഓപ്പോൾ. അപ്പൊ അതിനു മുമ്പ് ചോറ്റാനിക്കിലെ അമ്മ എന്ന സിനിമ കളമശ്ശേരി പ്രീതി പോയി കണ്ടു. അതാണ് ആദ്യം കണ്ട സിനിമ, ഓർമ്മയിൽ കണ്ടത്. പാതാളം ഗീത എന്ന തിയേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊരു ഗോഡൌൺ ആണ്. അപ്പൊ ആ തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമകൾ പാർവതി എന്ന സിനിമ അവിടെ പോയാണ് കണ്ടത്. നീലത്താമര അവിടെ നിന്നാണ് കണ്ടത്. ഞാൻ ഒരിക്കൽ മാത്രമാണ് നീലത്താമര സിനിമ കണ്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കിപ്പോഴും അതിലെ ഓരോ ഷോട്ടുകളും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു എങ്ങനെയെങ്കിലും. ഇതെങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഇത് എത്രയോ ദൂരെയാണല്ലോ, മദ്രാസിലോ ബോംബെയിലോ ഒക്കെയാണ്. അപ്പോൾ പ്രേം നസീറായിരുന്നു നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നടൻ. പിന്നെ ജയൻ വന്നു, പിന്നെ ജയൻ മരിക്കുന്നു, അത് താങ്ങാൻ വയ്യാതെ നമ്മൾ ഓടി നടക്കണു. അപ്പോഴേക്കും ജയൻ അമേരിക്കയിൽ എന്നുള്ളൊരു പുസ്തകം എൻ്റെ ഏട്ടൻ എനിക്ക് കൊണ്ടു തരുന്നു. ജയൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ജയൻ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഏതൊരു നിലവറ വഴി അമേരിക്കയിലേക്ക് പോയി പറഞ്ഞിട്ടൊരു പുസ്തകം. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ സിനിമയോടും സിനിമയുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളോടുമൊക്കെ നമ്മൾ അടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ് തുടക്കം. യെസ്.